ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ചരിത്ര വേഷവുമായി മമ്മൂക്ക എത്തുന്നു. മലയാളിയുടെ മനസ്സിൽ ചരിത്ര വേഷം വരുമ്പോൾ അത് മമ്മൂട്ടി തന്നെ. അതിന് മാറ്റങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെ തന്നെയാണ് ആ ഒരു പ്രതിഷ്ഠ നടന്നിരിക്കുന്നതും. അങ്ങ് പഴയ വടക്കൻ വീരഗാഥ മുതൽ ഇന്ന് എങ്ങി നിൽക്കുന്ന നമുക്ക് പഴശ്ശിരാജ വരെയുള്ള സിനിമകൾ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം. ചരിത്ര പുരുഷനായി എത്താൻ മമ്മൂട്ടിയോളം എത്താൻ ആരുമില്ല. ഒരുപക്ഷേ ഒരു വള്ളപ്പാട് അകലെ തന്നെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള താരങ്ങൾ. അവരെത്തിയാലും ന്യൂനതകൾ സാധാരണ മലയാളിയുടെ കണ്ണിൽ ഒരുപാടായി കാണാനും കഴിയുന്നു. പക്ഷേ ഒരു പെർഫെക്റ്റ് 100% ഉറപ്പിക്കാവുന്ന ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ് മലയാളിക്ക്. അതിപ്പം മമ്മൂട്ടി വിരോധികൾക്ക് പോലും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. വീണ്ടും കാവ്യ ഫിലിംസിന്റെ ബാനറിലാണ് സിനിമ എത്താൻ പോകുന്നത് എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. ഹരിഹരൻ മമ്മൂട്ടി ടീമിൽ വരുന്ന ചിത്രം അത് ചരിത്ര സിനിമ തന്നെയാണ്. ആ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും. എന്തായാലും ചരിത്ര പുരുഷനായി മമ്മൂട്ടി എത്തുന്നത് കാണാൻ മലയാളി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് ഓരോ മലയാളിയുടെയും ആഗ്രഹമായിരുന്നു. അതിന് നടക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നടക്കാം എന്നുള്ള ചാൻസുമുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ ഇത്ര അപ്ഡേറ്റുകൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, മമ്മൂട്ടി, ഹരിഹരൻ, അതേപോലെ തന്നെ കാവ്യ ഫിലിംസ് ആദ്യമായി കൈകോർത്തത് മമ്മൂട്ടിയുമായിട്ടായിരുന്നുവെങ്കിൽ അതൊരു പരാജയ ചിത്രമായിരുന്നെങ്കിൽ പോലും അതിനകത്തിൽ മാർക്കറ്റിങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ത്യക്ക് പുറത്ത് വലിയ രീതിയിൽ 55ഓളം രാജ്യങ്ങളിൽ മാർക്കറ്റിംഗ് ചെയ്തിരുന്ന ആ ഒരു ചിത്രം ഇന്ന് രേഖാചിത്രം എന്ന സിനിമ കാണുമ്പോഴും അത് തന്നെ കാണാൻ കഴിയുന്നു. അവിടെ നമുക്ക് വേണു കുന്നപ്പുള്ളിയുടെ കാവ്യ ഫിലിംസ് ആണോ സിനിമ എടുക്കുന്നത്, മാർക്കറ്റിംഗ് അത്ര ഗംഭീരമായിരിക്കും. ഇങ്ങനെ ഒരു ചെറിയ സിനിമയായിട്ടാണ് അവർ ഇറക്കിയെങ്കിൽ പോലും വിദേശ രാജ്യം ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമ എത്തുകയും നല്ല ലെവലിലുള്ള മാർക്കറ്റിംഗ്, ഒരു പക്ഷേ മുൻനിര താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ ഏത് ചിത്രമെടുത്താലും അതിൻ്റെയൊക്കെ മുകളിലാണ് രേഖാചിത്രത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും അതേപോലെ വിദേശ രാജ്യങ്ങളിലെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതുതന്നെയാണ് വേണു കുന്നപ്പള്ളി എന്ന പ്രൊഡ്യൂസറിൻ്റെ മിടുക്കും. അതുതന്നെ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഇവിടെ മമ്മൂട്ടി ഒരിക്കൽ കൂടി ചരിത്ര പുരുഷനായി എത്തുമ്പോൾ പഴശ്ശിരാജയ്ക്കും അതേപോലെ തന്നെ വടക്കൻ വീരഗാഥയ്ക്ക് ചന്തുവിനും ശേഷം മമ്മൂട്ടി എത്തുമ്പോൾ അത് മനസ്സിൽ നമുക്ക് തൃപ്തി നൽകുന്ന, അതായത് ഇങ്ങനെ ഒരു ചരിത്ര പുരുഷനെ ഇനിയും കാണണമെങ്കിൽ വേറൊരാളില്ല എന്നുള്ളത് മലയാളി 100 വട്ടം എഴുതിയതാണ്. ഒരിക്കൽ നല്ല വ്യക്തമായി നല്ല രീതിയിൽ ഒരു ചരിത്ര സിനിമ വരികയാണെങ്കിൽ തീർച്ചയായും അത് മലയാളി സ്വീകരിച്ചിരിക്കും. അതിൽ എല്ലാം വേണം. ഒരുപക്ഷെ നമുക്കറിയാം ഓരോ കാലത്തെയും ഏറ്റവും മികച്ച സിനിമകൾ തന്നെയായിരുന്നു വടക്കൻ വീരഗാഥയും പഴശ്ശിരാജയും. വടക്കൻ വീരഗാഥയിൽ ഒരു യോദ്ധാവായിരുന്നെങ്കിൽ പിന്നീട് രാജാവായിരുന്നു മമ്മൂട്ടി. ഈ പറഞ്ഞ പോലെ സിനിമയിൽ രണ്ടിൻ്റെയും വ്യത്യസ്തത അത്രത്തോളം ഗംഭീരമാണ്. ആ കാലത്തിൽ പലർക്കും അറിവില്ലായിരുന്നു. ചന്തുവിനെ പോലെ ആയില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്തു സാധാരണ ഒരു പടയാളിയാണ്. അയാൾക്ക് യുദ്ധം മാത്രമായിരുന്നെങ്കിൽ രാജതന്ത്രങ്ങൾ മെനയേണ്ട രാജാവായിരുന്നു പഴശ്ശിരാജ എന്നുള്ളതായിരുന്നു ആ ബോഡി ലാംഗ്വേജിലൂടെ മമ്മൂട്ടി കാണിച്ചത്. ഇവിടെ വീണ്ടും ഒരു ചരിത്ര സിനിമ വരുമ്പോൾ അത് തന്നെ നമ്മൾ കാണുന്നു, വ്യത്യസ്തത പുലർത്തുന്നതും ഒപ്പം നൂതനമായ ടെക്നോളജി അതേപോലെ തന്നെ നൂതനമായ രീതിയിലാണെങ്കിൽ അത് മറ്റൊരു ഗംഭീര സിനിമയായി മാറും എന്നുള്ളതാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നാൽ എത്തില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പുതിയ വീഞ്ഞ് പുതിയ രീതിയിലുള്ള കുപ്പിയിൽ കൊണ്ടുവന്നാൽ അത് അതിഗംഭീരമായിട്ട് തന്നെ വിജയിക്കും. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും സൂപ്പറാണ്. ഒന്ന് മമ്മൂട്ടി, ഹരിഹരൻ, ഇവരെല്ലാം അതിഗംഭീരമായിട്ടുള്ള സ്വത്തുക്കളാണ്. ആ സ്വത്തുക്കൾ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാവ്യ ഫിലിംസിന് അത് വിളമ്പാൻ നന്നായിട്ടും അറിയാവുന്നത് കൊണ്ട് നല്ല ഒരു സിനിമ എത്തിക്കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരാ ഗ്രേറ്റ് മീഡിയാസ്.